നമ്മൾ നാളുണ്ടായാലും ഇല്ലെങ്കിൽ വരുമാനം വരുന്നത് എന്ത് സ്രോതസ്സാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ഇതറിയാം, ഒരു കുടുംബത്തിന്റെ അത്താണി എന്ന് പറയുന്നത് അവിടുത്തെ കുടുംബനാഥനാണ്. അവിടുത്തെ വരുമാനം കൊണ്ടുവരുന്ന വ്യക്തിയാണ് കുടുംബനാഥൻ, അല്ലെ? ആ കുടുംബനാഥനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കുറെ ആളുകൾ കഴിയുന്നത്. ആരൊക്കെയാ? ഇദ്ദേഹത്തിന്റെ ഭാര്യ, ഇദ്ദേഹത്തിന്റെ മകൻ, ഇദ്ദേഹത്തിന്റെ മകള്, അച്ഛൻ, അമ്മ, അല്ലെ? ഒരു കുടുംബം ഇദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്. ഇതാണ് വരുമാനത്തിന്റെ സ്രോതസ്, അവിടുത്തെ മെയിൻ കുടുംബനാഥൻ. ശരിയാണോ? അപ്പൊ ഇദ്ദേഹം കാലത്ത് പോയി വൈകിട്ട് വരെ വർക്ക് ചെയ്ത് കൊണ്ടുവരുന്ന വരുമാനം കൊണ്ടാണ് ഇവരൊക്കെ കഴിയുന്നത്. അപ്പൊ ഇത് പോരായ വരുമ്പോഴാണ് ഭാര്യയും കൂടി പണിക്കിറങ്ങുന്നത്. ശരിയല്ലേ? ആണോ? ഇദ്ദേഹം ജീവനോടെ ഉണ്ടെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഇവരൊക്കെ ധൈര്യത്തോടു കൂടി ജീവിക്കുന്നത്. എന്റെ മകനുണ്ട്, എന്റെ ഭർത്താവുണ്ട്, എന്റെ അച്ഛനുണ്ട്, എന്റെ അമ്മയുണ്ടെന്നുള്ള ഒറ്റ ധൈര്യം കൊണ്ടാണ് ഈ ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത്, അല്ലെ? ഇതാണ് കുടുംബത്തിന്റെ സ്രോതസ്, വരുമാനം കൊണ്ടുവരുന്നു. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മൾ ഇന്ന് പണിയെടുക്കുന്ന വരുമാനം വരുന്നു. ഇത് ആക്റ്റീവ് ഇൻകം ആണ്. എന്താണ് ആക്റ്റീവ് ഇൻകം? ചെയ്താലേ പണി വരുമാനമുള്ളൂ, ചെയ്തില്ലെങ്കിൽ ദർ ഇസ് നോ എനി ഇൻകം. ഇന്ന് എത്രയോ കുടുംബനാഥന്മാര് പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വൈകുന്നേരം മുമ്പ് ജീവനോടെ തിരിച്ചു വരാത്തവരുണ്ട്. ശരിയാണോ? ആക്സിഡന്റ് ആയിട്ട്, അറ്റാക്ക് ആയിട്ട്, അല്ലെ? ആ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ കൂടെ വരാതിരിക്കട്ടെ. ബൈ ചാൻസ് വന്നാൽ ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ സ്നേഹിക്കുന്ന ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നു, എന്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നു, ജീവന തുല്യം സ്നേഹിക്കുന്നു പറയുമ്പോ അങ്ങനെ ഒരു അന്തരീക്ഷം വന്നാൽ ഇവരുടെ അവസ്ഥ എന്താണ്? അപ്പൊ എവിടെ പോയി സ്നേഹം? ശരിയാണോ? അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കുടുംബനാഥന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവരെങ്ങനെ ജീവിക്കും? ഇത് നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കുമ്പോ മനസ്സിലാക്കണം. ഇന്നൊരു പക്ഷെ നമ്മൾ നല്ല ശമ്പളമുള്ള ആളായിരിക്കാം, വെൽ സെറ്റിൽഡ് ആയിരിക്കാം, ബിസിനസ്മാൻ ആയിരിക്കാം. അത് ശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ആ ശ്വാസം പോയി കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്താണ്? ഇത് ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ആർസിബിനെ ഒരു സെക്കൻഡ് പോലും വിട്ട് കളയാതെ സീരിയസ് ആയിട്ട് പ്രവർത്തിക്കും. നാളെ മൺമറഞ്ഞു പോയാലും ഇവര് സുന്ദരമായിട്ട് ജീവിക്കണം, അല്ലെ? നമ്മൾ ജീവിച്ചിരിക്കുക മാത്രമല്ല. അപ്പൊ ഇതാണ് ഇതിന്റെ സെക്യൂരിറ്റി. ഈ സെക്യൂരിറ്റി ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ശരിക്കും എന്റെ തലയിൽ കരുതുകൊണ്ടാണ് ഞാൻ പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ആർസ്യം ചെയ്യാനുള്ള ഒരു കുറച്ച് തീരുമാനം. അപ്പൊ നിങ്ങളും തീരുമാനം എടുക്കാം. കാരണം ഞാൻ പട്ടാളക്കാരനായിട്ടിരിക്കുമ്പോ ഇന്ന് എന്റെ പെൻഷൻ 30,000 രൂപ. എത്രയാണ് പെൻഷൻ? 30,000. 17 വർഷം ആർസ്യമില് പട്ടാളത്തിൽ ജോലി ചെയ്തിട്ട് 30,000 രൂപയാണ് എന്റെ പെൻഷൻ. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഭാര്യക്ക് 15,000 രൂപ കിട്ടുള്ളൂ. നാളെ എന്റെ ഭാര്യക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മക്കൾക്ക് 0 ഒന്നും കിട്ടില്ല. പക്ഷെ ആർസ്യം ഏറ്റെടുക്കുമ്പോ 276 രൂപയിൽ തുടങ്ങിയ പ്രയാണം ഇന്ന് ഏകദേശം 2.5 ലക്ഷത്തിന് മേലെ പ്രതിമാസം വരുമാനമാണ്. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതേ വരുമാനം എന്റെ മക്കൾക്ക് കിട്ടും, അല്ലെ? കിട്ടില്ലേ? നാളെ അവരുടെ തലമുറയ്ക്ക് ശേഷം ഇത് 2.5 കിട്ടാം, പിന്നെ 5 10 കിട്ടാം. ഇത് എവിടെ നമുക്ക് കിട്ടാം? ആർസിബിലല്ലേ കിട്ടുള്ളൂ. അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? ബിൽഡ് എ സ്ട്രോങ് നെറ്റ്വർക്ക്. അതിന് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും മുന്നോട്ട് പോകും. ഈ ഒരു സെക്യൂരിറ്റി ആർസിബില് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ സജീവ് സാർ എന്നെ വിളിച്ചു, സ്റ്റാർ എമറാൾഡ് സജീവ് സാറെ ഇപ്പൊ വിളിച്ചത്. 3 മാസം അദ്ദേഹം വീണ് തോളല് പൊട്ടി ആള് വീട്ടിലിരുന്നു. അപ്പൊ ആള് പറഞ്ഞൊരു കാര്യം, ആള് കല്യാണം കഴിച്ച് 2 വർഷം കഴിഞ്ഞപ്പോ ആള് കാർപ്പന്റർ ആയിരുന്നു. നിങ്ങൾക്കറിയാം, സ്റ്റാർ എമറാൾഡ് സജീവ് സാർ കാർപ്പന്റർ ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഒരു വിരല് കട്ടായി. കാർപ്പന്റർ ആണല്ലോ, ഒരു മെഷീന്റെ ഉള്ളിൽ പോയിട്ട് വിരല് കട്ടായിട്ട് എന്തോ സർജറി ഒക്കെ ചെയ്ത് 1 വർഷത്തോളം അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ അച്ഛൻ അന്ന് യങ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ പണിയെടുത്ത് കൊണ്ടുവരുന്ന പൈസ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ നോക്കിക്കൊണ്ടിരുന്നത്. ശരിയല്ലേ? കാരണം അദ്ദേഹത്തിന് പണിയെടുക്കാൻ പറ്റില്ല, ഒരു വിരല് കട്ടായതുകൊണ്ട്. നിങ്ങൾ സജീവ് സാറിനെ നോക്കിയാൽ അറിയാൻ പറ്റും, ആളൊരു വിരല് നേരില്ല, സജീവ് സാറിന്റെ ഒരു വിരല്. അപ്പൊ ആള് പറയുകയാണെങ്കിൽ ഈ സുഖമില്ലാണ്ട് പണിയെടുക്കാൻ പറ്റാതെ വീട്ടിലിരിക്കുമ്പോ ഈ 2 വേദനയായിരുന്നു. ഒരു വേദന ഈ മുറിവിന്റെ വേദന, രണ്ടാമത്തെ വേദന ചങ്കിന്റെ ഉള്ളിലെ വേദന. കാരണം നീ കൈ ശരിയാവുന്നവരെ എന്റെ കുടുംബം ആരും നോക്കും, വീട്ടിലേക്കുള്ള പൈസ എവിടെന്ന് വരാം, അതിനൊരു മാർഗം ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് ഉള്ളിലും വേദന ഉണ്ടായിരുന്നു, പുറത്തും വേദന ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം
2-3 മാസങ്ങൾക്ക് മുന്ന് മോട്ടോർ സൈക്കിളിന്റെ മുന്നിൽ പട്ടി ചാടി വീണ് അദ്ദേഹത്തിന്റെ തോളല് പൊട്ടി 2-3 മാസം പണിയെടുക്കാൻ പറ്റാത്ത കിടക്കയിലായിരുന്നു. ഞാൻ ചെന്നപ്പോ ഈ അപകടം പറ്റി 2 ദിവസം ചെന്നപ്പോ ഞാൻ ആളുടെ വീട്ടിൽ ചെന്നപ്പോ അളിച്ചിരിക്കുക. ആള് പറയുന്നത് ആളുടെ അച്ഛൻ അധികം സപ്പോർട്ട് ചെയ്യാത്തൊരു തുടക്കത്തില് ആള് പറയാ എന്റെ മകൻ അന്ന് പറ്റിയപ്പോ അവന് ദുഃഖമായിരുന്നു, ഇന്ന് അവന് സന്തോഷമാണ് ഇത് പറ്റിയിട്ട്. കാരണം ആള് പറയാണ് ഈ വേദന എന്തായാലും സഹിക്കണം, പക്ഷെ ഉള്ളിലുള്ള വേദനയില്ല. കാരണം എന്താണ്, അടുത്ത മാസം 7-ാം തീയതി 1.25 ലക്ഷം എന്റെ അക്കൗണ്ടിൽ വരും. കാരണം അദ്ദേഹം വലിയൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തു. അപ്പോ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത്. സെക്യൂരിറ്റി JRCM നമ്മുടെ ഗിരീഷ് സാർ ചാലക്കുടി റൂബി നമ്മുടെ ട്രെയിനിൽ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ബിൽവാരയിൽ നിന്ന് വരുന്ന വഴിയിൽ ഇത് അവിടെ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റില് നമ്മളെ സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇവിടെ ഒരു വൈറ്റ് ബോർഡ് പോലും ഇല്ലാതെ ഇവിടെ നമ്മുടെ ഈ സ്പേസിൽ തന്നെ നമ്മുടെ പ്ലാനും RCMന്റെ സെക്യൂരിറ്റി എന്താന്ന് സ്പോട്ടില് വരച്ചുകൊണ്ട് നമുക്ക് വലിയൊരു എനർജി തന്നിരിക്കുകയാണ് ഗിരീഷ് സാറ്. JRCM. അപ്പൊ എല്ലാവരും സീരിയസ് ആയിട്ട് RCM എടുക്കുക. ഞങ്ങളെല്ലാവരും ബിൽവാര യാത്ര കഴിഞ്ഞ് വരികയാണ്. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു JRCM. താങ്ക് യു സാർ. ജയ് ഹിന്ദ്.